ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്രോ ആണ് വണ്ടി. നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നവർക്ക് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ബാക്കിലത്തെ ഒരെണ്ണം കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് മിറർ ഒരെണ്ണം പിടിപ്പിക്കണം, സെൽഫ് ചെക്കപ്പ്, അതായത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണത്. പിന്നെ ജനറലായിട്ട് സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, എല്ലാ ലൈറ്റുകളും കേബിളുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡ് ബാക്കിൽ നമുക്ക് ഒരെണ്ണം മാറ്റാനുണ്ട്. പിന്നെ ടൈലൈറ്റൊക്കെ ഒന്ന് നേരെ ചോദിച്ച് തെളിയണില്ല, പാർക്ക് തെളിയണില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് കുറച്ച് കംപ്ലയിൻസുകളുണ്ട് അതിനകത്ത്. അപ്പോൾ ടെസ്റ്റ് വർക്കാണ്. ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്കിയത്തെ പെയിൻറ്റിങ് വർക്കുകളൊന്നുമില്ല, ജസ്റ്റ് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകളും ഇലക്ട്രിക്കലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ ആ രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി അതിൻ്റെ ഇൻഡിക്കേറ്റർ സൈഡ് നമുക്ക് എന്തെങ്കിലും മാറ്റണം, ബാക്കിലത്തെ ടൈലൈറ്റ് ബൾബ് കാര്യങ്ങൾ മാറ്റാനുണ്ട്, ലെഫ്റ്റ് സൈഡ് മിറർ മാറ്റാനുണ്ട്. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കയറ്റി ചെയ്യണം. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിംഗ് ആണ്, ക്യാമൊക്കെ തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി അറിയാം, ഈ സൈഡ് ലൈനറൊക്കെ ഫുള്ള് തീർന്നേക്കണം കേട്ടോ. കമ്പനി ലൈനറാണ് കിടക്കണത്, പക്ഷേ നമുക്കത് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉണ്ട് നിലവിൽ, ഹബിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ഇൻഡിക്കേറ്റർ മാറണം, ടൈലൈറ്റ് ബൾബ് മാറ്റാനുണ്ട് കേട്ടോ. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്റർ അത്യാവശ്യം പൊടി കയറി ബ്ലോക്കാണ്, അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം, കാരണം വെച്ചാൽ നിങ്ങൾക്ക് പൊല്യൂഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കിട്ടില്ല. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ലെവൽ ഒരു അല്പം ചെറിയ വ്യത്യാസം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ പീരീഡ് കൃത്യമായിട്ട് നോക്കാം. 3000 കിലോമീറ്ററിൽ കൂടുതൽ ഒരു കാരണവശാലും ഓയിൽ ഓടിക്കരുത്. അതിനുള്ള ക്വാളിറ്റി ഇപ്പോൾ നിലവിൽ കമ്പനി ഓയിലുകൾക്ക് ഇല്ല. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ സിന്തറ്റിക്കിലേക്കൊക്കെ മാറേണ്ടി വരും. അപ്പോൾ സിന്തറ്റിക് ഓയിൽ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്ക് ഇത് കിട്ടും, പക്ഷേ കോസ്റ്റ്ലി കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ കറക്റ്റ് നമ്മുടെ സാധാരണ ഓയിൽ യൂസ് ചെയ്യുക, അത് 3000 കിലോമീറ്ററിൽ മാറ്റിക്കളയുക, അതാണ് ഏറ്റവും ബെറ്റർ. ഇത് ഇച്ചിരി കൂടുതൽ ഓടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററിക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബാറ്ററി കംപ്ലയിൻ്റ് ആണ്, വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. ബാറ്ററി പുതിയത് വെച്ചതിന് ശേഷം വേണം നമുക്ക് സെൽഫ് ഇൻഡിക്കേറ്റർ ഇലക്ട്രിക്കലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ബാറ്ററി കമ്പൽസറി ആയിട്ട് നമുക്ക് വെക്കണം. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും ഒന്ന് മാറ്റിയിടുന്നത്, കാരണം എയർ ഫിൽറ്റർ പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ചെയ്തിടാം. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് കാര്യങ്ങൾ നോക്കി, ഫ്രണ്ട് വീലും കൂടി അഴിക്കും. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ഏകദേശം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അഴിച്ചു നോക്കിയിട്ട് തീരെ മോശമാണെങ്കിൽ മാത്രം നമുക്കത് മാറ്റാം, അതല്ലെങ്കിൽ ക്യാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. നിലവിൽ ക്യാം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അപ്പം തൽക്കാലം വേണമെങ്കിൽ ക്യാം അഡ്ജസ്റ്റ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അപ്പോൾ അതിനകത്ത് നമ്മൾ മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റാനുണ്ട്, ഇൻഡിക്കേറ്റർ ഒരെണ്ണം മാറ്റാനുണ്ട്, ടൈലൈറ്റ് ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബുകൾ മാറ്റാനുണ്ട്. അതേപോലെ തന്നെ ബാറ്ററി നമുക്ക് പുതിയതൊരെണ്ണം വെക്കണം. പിന്നെ സ്വിച്ച് ഐറ്റംസ്, ബ്രേക്കിൻ്റെ സ്വിച്ച്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ സ്വിച്ചുകൾ നമുക്ക് മാറ്റണം. പിന്നെ ഇൻഡിക്കേറ്റർ ബാക്കിത്തെ സ്വിച്ച് ഐറ്റംസൊക്കെ ഒന്ന് നോക്കി വർക്കിംഗ് കൺഫേം ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എയർ ഫിൽറ്ററൊക്കെ എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, എയർ ഫിൽറ്റർ പ്ലഗൊക്കെ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ, കാരണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്.